മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ഇടപെടൽ നടത്തുകയാണ് സർക്കാർ. വയനാടിന് വേണ്ടി 50 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ വകുപ്പാണ് ഉത്തരവിറക്കിയത്. കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ അടിക്കാട് വെട്ടാൻ തുക ഉപയോഗിക്കാം. ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നത്. ഹരി, 50 ലക്ഷം രൂപ ഇപ്പോൾ നീക്കി വച്ചിരിക്കുകയാണ്. 50 ലക്ഷം എന്നത് ഈ മേഖലയിലെ ആകെ പ്രശ്നം പരിഹരിക്കാനൊന്നുമല്ല. ഇപ്പോൾ കേന്ദ്ര ബജറ്റുമായും സംസ്ഥാന ബജറ്റുമായും ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളും മലയോര മേഖലയിലെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഉന്നയിച്ചതാണ്. അതിനിടയിലാണ് ഇപ്പോൾ 50 ലക്ഷം രൂപ മാറ്റിവെക്കാനുള്ള തീരുമാനം വരുന്നത്. എന്ത് കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കാം? എത്രത്തോളം ഫലപ്രദമാകും ഈ തീരുമാനം? രതീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പുതിയ തീരുമാനമല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉത്തരവിറങ്ങി എന്നുള്ളതേ ഉള്ളൂ. ഇന്നത്തെ തീയതിയിൽ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അതായത് നമുക്കറിയാം, പഞ്ചാരക്കൊല്ലിയിൽ ഒരു കടുവയുടെ ആക്രമണത്തിൽ ഒരു യുവതി മരിച്ചത് നമുക്കറിയാം. അതിനു പിന്നാലെ അത് 24-ാം തീയതി ആയിരുന്നു. 26-ാം തീയതി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നിരുന്നു. ആ യോഗത്തിൽ വയനാട് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഈ വയനാട് കളക്ടറുടെ ഒരു അപേക്ഷയുണ്ടായിരുന്നു. അതായത് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയും അത് ലഘൂകരിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയും ഒരു 50 ലക്ഷം രൂപ അനുവദിക്കണമെന്നുള്ള ഒരു അപേക്ഷ വയനാട് കളക്ടറുടെ ഉണ്ടായിരുന്നു. അത് പരിഗണിച്ചാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം 26-ാം തീയതി ചേർന്ന് അന്നെടുത്ത തീരുമാനമാണ് ഈ വയനാടിന് വേണ്ടി 50 ലക്ഷം രൂപ KSDMA ഭാഗത്ത് നിന്ന് നൽകണമെന്നുള്ള ഒരു തീരുമാനം. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണം. അതിനുവേണ്ടി 50 ലക്ഷം രൂപ വന അതിർത്തിയിൽ ഉൾപ്പെടെ കാടുകളുടെ അടിക്കാട് വെട്ടുന്നതിനുൾപ്പെടെ ഈ പണം വിനിയോഗിക്കാം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു യോഗം വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.